ഹലോ മൈ ഗൈസ്, ഇന്നത്തെ നെമ്മാറ വെടിക്കെട്ട് നമുക്ക് കണ്ടിട്ട് വരാം. നെമ്മാറ വേലയ്ക്ക് എടുത്ത് വെച്ച വീഡിയോ ഇതുവരെയും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതും എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കുറച്ച് വൈകിട്ടാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കാണാതിരിക്കണ്ട. എല്ലാ കൂട്ടത്തിലുള്ള പോലെ എന്റെ കൂട്ടത്തിലുണ്ട് എന്തെങ്കിലും ഒരു പരിപാടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് വൈകി വരാൻ മാത്രമായിട്ടുള്ള കുറെ എണ്ണം. അവന്മാരെ കാത്തു നിന്ന് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചപ്പോൾ ഞാൻ അടുത്തുള്ള കടയിൽ പോയി നല്ല ചോറും സാമ്പാറും കൂടി ഒരു പിടിയേട് പിടിച്ചു. ചോറ് കഴിച്ചു കഴിഞ്ഞതും എല്ലാവന്മാരും കറക്റ്റ് ആയിട്ട് എത്തി. ഇനി ഇവന്മാർ വൈകിയതാണെങ്കിൽ ഞാൻ പെട്ടേനെ. ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഈ മസിൽമാനാണ്. ഇപ്രാവശ്യം ഇവന്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും കൂടി നെമ്മാറ വേലയ്ക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിശേഷപ്പെട്ട കാര്യങ്ങൾ ഇതിലുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങൾ അവിടെ എത്തിയത് ഒരുപാട് വൈകിട്ടാണ്. ഇപ്രാവശ്യം 4500 വെടിക്കെട്ട് പൊട്ടുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്രാവശ്യം വന്നിട്ടുമുണ്ട്. പക്ഷെ മഴ നെമ്മറയെ ചതിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാ പ്രാവശ്യം 7 മണിയായിരിക്കും പൊട്ടുന്ന പടക്കെ ഇപ്രാവശ്യം 6:30 തന്നെ പൊട്ടാൻ തുടങ്ങി. ഏറ്റവും വലിയൊരു സങ്കടം, നേരെ നിന്ന് വെടിക്കെട്ട് കാണാൻ പറ്റിയില്ല. കൂട്ടത്തോടെ വന്ന് ഞങ്ങൾ വെടിക്കെട്ട് പൊട്ടിയത് 4 വഴിക്ക് പോയി. എല്ലാത്തിനും കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഈ വവ്വാല് തന്നെയാണ്. ഇവനോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് വെടിക്കെട്ട് വൃത്തി കാണാൻ പറ്റുന്ന എവിടെയെങ്കിലും പോയി നിൽക്കാൻ. അവൻ അടിപൊളിയായി നിർത്തി തന്നു. പക്ഷെ ചാലിന്റെ മുകളിലാണ് മാത്രം. വെടിക്കെട്ട് തീർന്നത് മലമ്പുഴ ഡാം തുറന്നു വിട്ട പോലെയാണ് കനാലിന്റെ അവസ്ഥ. ഇപ്രാവശ്യം ഒരുപാട് ക്രൗഡ് കൂടിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏകദേശം തിരക്കൊഴിഞ്ഞത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് വയറിനൊരു തണുപ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് ഐസ്ക്രീം മേടിച്ച് അങ്ങോട്ട് അകത്താക്കി. കൊച്ചു കുട്ടികളെ പോലെ ഐസ്ക്രീം വേണ്ട, എനിക്ക് കടല മതി എന്ന് പറഞ്ഞ് കരയണവനാണ് ഇവൻ. ഇവന് സങ്കടം വരാതിരിക്കാൻ വേണ്ടി കുറച്ച് കടലയും മേടിച്ചു കൊടുത്തു. വീടെത്തിയത് ഇവന്റെ പെരുന്ത ബെഡായൊക്കെ പുറത്തു വരാൻ തുടങ്ങി. അതും കേട്ട് കുറെ നേരം ഇരുന്ന് സഹിച്ച് വയ്യാണ്ടായപ്പോൾ ഞങ്ങൾ കുറച്ച് ചോറങ്ങോട്ട് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആ സദ്യ അങ്ങോട്ട് ഫിനിഷ് ആക്കി. കഴിക്കലും കഴിഞ്ഞ് ഉറക്കും കഴിഞ്ഞ് എണീറ്റ് നോക്കുമ്പോൾ പുലർച്ചെ 2 മണിയായി. എത്രയും പെട്ടെന്ന് പോയി വെടിക്കെട്ടിന്റെ ഏകദേശം അടുത്ത് നിന്ന് കാണാന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ വീണ്ടും മഴ പണി തന്നു. കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് നെമ്മാറ വെടിക്കെട്ട് പൊട്ടുന്ന സ്ഥലത്തേക്ക് 3-3.5 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 500 മീറ്റർ പോലും അതിലെ വെടിക്കെട്ട് പൊട്ടാൻ തുടങ്ങി. പിന്നെ ഉസൈൻ ബോൾട്ടിന്റെ മനസ്സിൽ താനിച്ച ഒരു ഓട്ടം കൂടെ ഓടി. ഈ ഒരു ഓട്ടം ഞാൻ വല്ല ട്രാക്കിൽ ഓടിയതാണ് ഗോൾഡ് മെഡൽ അടിക്കുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഭാഗ്യത്തിന് ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറയുന്ന പോലെ കുറച്ചെങ്കിലും കാണാൻ പറ്റി. വൈകുന്നേരത്ത് മഴ പണി തന്നു, രാവിലെയും മഴ പണി തന്നു. ഇതുപോലെ ഒരു അവസ്ഥ ഇനി വരാതിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. മഴ കാരണം ഒരുപാട് ജനങ്ങൾ സങ്കടപ്പെട്ടിട്ട് തന്നെയാണ് തിരിച്ചുപോയത്. പക്ഷേ ഈ മഴ ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഭൂമി ഉൽക്കം ഉറപ്പായി ഉണ്ടായേനെ. വെടിക്കെട്ട് കഴിഞ്ഞത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങി. കൂട്ടം തെറ്റിപ്പോയി കുറെ എണ്ണത്തിനെ കാത്തു നിൽക്കലാണ് ഇനി പണി. അതും ഞങ്ങൾ വൃത്തിയായി ചെയ്തു. ശേഷം ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് വിട്ടു. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും കൂടി ആയിട്ട് ഒന്ന് കണ്ടുകൂട്ടിയത്. അങ്ങനെ നെമ്മാറ വെടിക്കെട്ടും അവസാനിച്ചു. ബാക്കി പിന്നൊരു ദിവസം.